മലപ്പുറത്ത് ദേശീയപാതയിൽ വീണ്ടും വിള്ളൽ കണ്ടിരിക്കുന്നു. വിള്ളലോട് വിള്ളലാണ് കേട്ടോ. എടരിക്കാട് മമ്മാലിപ്പടിയിലാണ് പുതിയ വിള്ളൽ. നേരത്തെ വലിയ പ്രശ്നമുണ്ടായ കൂരിയാടിന് സമീപത്തുള്ള പ്രദേശമാണിത്. ഇന്നലെ തലപ്പാറയിലും റോഡിൽ വിള്ളൽ കണ്ടെത്തിയിരുന്നു. മുബഷീർ പി അക്ബർ ചേരുന്നു സ്ഥലത്ത് നിന്നും. മുബഷീർ, ഇന്നലെ നമ്മൾ കണ്ട ഈ കുരിയാട് നിന്നും എത്ര ദൂരമുണ്ട് ഇപ്പോൾ ഈ മമ്മാലിപ്പടിയിലേക്ക്? അരമണിക്കൂർ ദൂരം മാത്രമാണ് ഇങ്ങോട്ടേക്കുള്ളത്. അരുൺകുമാർ, കോട്ടക്കലിനടുത്ത് എടരിക്കോട് മമ്മാലിപ്പടിയിലാണ് ദേശീയപാത കടന്നു പോകുന്ന മേഖലയിൽ ഒരു വലിയ വിള്ളൽ കാണപ്പെട്ടിരിക്കുന്നത്. അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ മറ്റൊരിടത്തും ഇപ്പോൾ ഒരു വിള്ളൽ കണ്ടിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ മൊബൈൽ ദൃശ്യങ്ങൾ കാണിച്ച മേഖലയല്ല, പക്ഷേ അതിന് തൊട്ടടുത്ത പ്രദേശമാണ്. അത്രത്തോളം ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം ഈ ഒരു മേഖലയിൽ ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഈ ഒരു ദൃശ്യങ്ങൾ. ഇന്ന് രാവിലെയോടുകൂടി ഒരു മേഖലയിൽ വിള്ളൽ രൂപപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ദേശീയപാതയുടെ മതിലിനോട് ചേർന്ന ഭാഗത്തു നിന്നും, അതായത് ഈ ഭാഗത്തൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് ദൃശ്യങ്ങൾ കാണിച്ചാൽ ഇവിടെ നിന്ന് ആരംഭിച്ച് ഇവിടെ വലിയ രീതിയിൽ വിള്ളലുണ്ട്. തൊട്ട് താഴെ ഇങ്ങനെ പോയി ഈ റോഡിൻ്റെ മധ്യഭാഗത്തോട് കടന്നുപോയി അവിടെ അവസാനിക്കുന്ന രീതിയിൽ വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ മമ്മാലിപ്പടിയിലും സമാനമായ രീതിയിലുള്ള വിള്ളൽ രൂപപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം അപകടമുണ്ടായ കൂരിയാട് നിന്നും ഏകദേശം 17 കിലോമീറ്റർ ദൂരപരിധിയിൽ അരമണിക്കൂർ ദൂരം മാത്രമാണ് ഇങ്ങോട്ടേക്ക് ഉള്ളത് എന്നുള്ളതാണ്. ഒരു വലിയൊരു ആശങ്കാജനകമായ സാഹചര്യമായി തന്നെ തുടർച്ചയായി വിള്ളലുകൾ രൂപപ്പെടുന്ന സംഭവം മാറുന്നു എന്നുള്ളതാണ്. ഈ റോഡിൻ്റെ മറുവശമാണിത്. നേരത്തെ ഞാൻ കാണിച്ച ആ ഭാഗത്തു നിന്നും ആരംഭിച്ച് ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെയാണ് സമാപിക്കുന്നത്. ഇവിടെയും ഇപ്പോൾ കാണാൻ സാധിക്കും ഈ വിധത്തിൽ വിള്ളലുകൾ രൂപപ്പെട്ടിരുന്നതാണ്. എന്താണിത് തുടർച്ചയായി ഇങ്ങനെ വിള്ളലുകൾ രൂപപ്പെടുന്നതിന് കാരണം ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ്. മറുഭാഗത്തും മതിലുകളിൽ വിള്ളലുകൾ കാണപ്പെടുന്നുണ്ട്. നാട്ടുകാരെ സംബന്ധിച്ച് പല ഇടങ്ങളിൽ അവർ വിള്ളലുകൾ ചൂണ്ടിക്കാണിച്ചതാണ്. സമാനമായ രീതിയിൽ കൂരിയാട് ഈ അപകടത്തിന് മുൻപ് ചൂണ്ടിക്കാണിച്ചതായിരുന്നു. ഒരുപക്ഷെ പുനഃപരിശോധന നടത്തി സുരക്ഷയൊക്കെ തന്നെ സ്വീകരിച്ചിരുന്നെങ്കിൽ അപകടം ഉണ്ടാകുമായിരുന്നില്ലായിരുന്നു അവർ പറഞ്ഞതാണ്. തലപ്പാറയിലും കഴിഞ്ഞ ദിവസം നമ്മൾ വലിയ രീതിയിലുള്ള വിള്ളലുകൾ കണ്ടതാണ്. എന്താണ് ഇങ്ങനെ തുടർച്ചയായി സംഭവിക്കുന്നു ചോദിക്കുമ്പോൾ നാട്ടുകാർ പറയുന്ന ശാസ്ത്രീയമായ നിർമ്മാണമാണ് കാരണം എന്ന് തന്നെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. തലപ്പാറയിൽ കഴിഞ്ഞ ദിവസം വിള്ളൽ രൂപപ്പെട്ട പശ്ചാത്തലത്തിൽ ആ ഒരു മേഖലയിൽ ഗതാഗതം പൂർണ്ണമായിട്ടും നിർത്തിവെച്ചിരുന്നു. ഈ ഒരു പാതയിലൂടെ നിലവിൽ വാഹനങ്ങളൊന്നും തന്നെ കടന്നു പോകുന്നില്ല. പക്ഷേ നേരത്തെ ലൈവിൽ നമ്മൾ കാണിച്ച മമ്മാലിപ്പടി ആ പാതയിലൂടെ നിരവധി വാഹനങ്ങൾ ദിനംപ്രതി കടന്നു പോകുന്നൊരു മേഖലയാണത്. തൊട്ടപ്പുറത്ത് കാണുന്ന റോഡിൻ്റെ ഒരു വശത്താണ് കഴിഞ്ഞ നേരത്തെയുള്ള ലൈവിൽ നമ്മൾ ദൃശ്യങ്ങൾ കാണിച്ചത്. മമ്മാലിപ്പടി എന്ന് പറയുന്ന എടരിക്കോടിന് സമീപത്തുള്ള പ്രദേശം, അവിടെയാണ് വിള്ളലുകൾ രൂപപ്പെട്ടിരിക്കുന്നത്. ശക്തമായി മഴ പെയ്യുകയാണെങ്കിൽ ഈ വിള്ളലുകൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. കൂരിയാടും തലപ്പാറും ചെയ്യുന്ന മേഖലയാണ്. തുടർച്ചയായി ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു മേഖലയിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നില്ല. തൊട്ടപ്പുറത്ത് കൂടി ഭാരമേറിയ വാഹനങ്ങൾ ഉൾപ്പെടെ ഉണ്ണിയൊന്ന് അങ്ങോട്ട് പാൻ ചെയ്താൽ കാണാം. വലിയ ലോറി ഉൾപ്പെടെ തൊട്ടുപുറത്ത് റോഡിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ റോഡിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇപ്പോഴത്തെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പാത തുറന്നു കൊടുത്തിട്ടില്ലെങ്കിലും ഭാരമേറിയ വാഹനങ്ങൾ ഈ പറയപ്പെടുന്ന മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ അത് ഈ വിള്ളലുകൾ വർദ്ധിക്കാനുള്ള സാധ്യത കൂട്ടുമെന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഓരോ സ്ഥലത്തു നിന്നും റിപ്പോർട്ടർ വാർത്താ സംഘം പുതിയ വിള്ളലുകളുമായി പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തുകയാണ്. വിള്ളലുകൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു പലയിടങ്ങളിൽ നിന്നുള്ളതാണ് ആശങ്കയേറുകയാണ്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വിള്ളൽ പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ളത് എന്തായാലും എഞ്ചിനീയർമാരാണ് അത് വിശദീകരിക്കേണ്ടത്. NHAI കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നവരാണ് അത് വിശദീകരിക്കേണ്ടത്. ഈ സ്ട്രെച്ചിലാണ് ഏറ്റവും കൂടുതൽ വിള്ളലുകൾ കാണപ്പെടുന്നത് എന്നതും ശ്രദ്ധേയമാണ്.